കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഭദ്രന്റെ നല്ല 8ന്റെ പണി തന്നെ കിട്ടുവാണ്. അനാർക്കലി ജയിലിൽ നിന്ന് ഭദ്രനെ വിളിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും കുറെ കാലമായിട്ട് കാത്തിരുന്നൊരു വിശേഷമാണ്. ഭദ്രന്റെ അങ്ങനെ 8ന്റെ ഒരു പണി കിട്ടണം എന്നുള്ളത്. അങ്ങനെ ഭദ്രന്റെ ഉള്ള പണിയായിട്ട് അനാർക്കലി വരുന്നുണ്ട്. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു. അങ്ങനെ കിഷോർ അപർണികനെ വെല്ലുവിളിക്കുകയാണ്. കാരണം അപർണിക പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്നോടൊപ്പം കിഷോറും കൂടെ വരണമെന്ന് പറയാ ചെക്കപ്പിന്. പക്ഷെ കിഷോർ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരില്ല എന്ന് പറയണം. അപർണിക ഒരു കാര്യം മനസ്സ് വിചാരിച്ചു, ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തന്റെ ഭർത്താവാണ് കിഷോർ, അവനെ മര്യാദ പഠിപ്പിക്കേണ്ട കടമ തനിക്കുണ്ട്. തന്റെ സ്വത്തി മാത്രമാണ് അവന്റെ കണ്ണ്. അത് എത്രയും പെട്ടെന്ന് അതിന് ആ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഇവനെ ഒടിച്ച് മടക്കി കൂട്ടാൻ തന്നെ അപർണിക തീരുമാനിക്കുക. അതിനുള്ള തെളിവുകൾ എത്രയും പെട്ടെന്ന് തന്റെ കയ്യിൽ കിട്ടും. ഒരുപക്ഷെ ഗീതുവിന് വേണ്ടിയിട്ടുള്ള ആ ഉപകാരപ്പെടുന്ന ആ തെളിവ് ഇവന്റെ ഫോണിനകത്തുണ്ട്. അത് ഇവന്റെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റുവാണെങ്കിൽ പിന്നെ ഇവൻ തകർന്ന് തരിപ്പണമായിപ്പോ. ഇപ്പോഴവൻ ആ തെളിവ് വെച്ചോണ്ടാണ് ഇവനിങ്ങനെ വലിയ ആളുകളെ ചിരിക്കുന്നത്. ഇവനിട്ടുള്ള പണിക്ക് കൊടുക്കാനുള്ള സമയം വരുന്നുള്ളൂ. പണി കൊടുത്തിരിക്കുമെന്ന് അപർണയെ മനസ്സിൽ പറഞ്ഞിട്ട് അപർണയെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേദിവസം രാവിലെ രാധികാമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് വരുവാണ്. ഈ സമയത്താണ് രഞ്ജു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. രഞ്ജുവിനെ കണ്ട് രാധികാമ്മ ഇങ്ങനെ നോക്കി. കാരണം ഇവൾ ഒറ്റ എഴുത്തി കാരണമാണ് താൻ ഇന്നലെ മുകളിലത്തെ മുറി കിടക്കേണ്ട വന്ന്. ഇത്രയും നാളായിട്ടും ഇന്ന് വരെ തന്റെ റൂം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കുന്നത്. രഞ്ജു വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു രാധികാമ്മേ? മോളത്തെ മുറിയിൽ ഉറക്കമൊക്കെ നല്ല സുഖമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഗോവിന്ദന്റെ അച്ഛന്റെ ഒപ്പമാണ് ഇന്നലെ അവിടെ കിടന്നുറങ്ങിയെന്ന്. കാഞ്ചനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പ്രേതം പിശാചും ഒക്കെ ഉണ്ടെന്നേ. പിന്നെ ഗോവിന്ദന്റെ അമ്മയുടെ പ്രേതം ഇല്ലെന്ന് എനിക്കറിയാം. കാരണം അമ്മ മരിച്ചാലല്ലേ പ്രേതം ഉള്ളെന്ന് ചോദിക്കാം. എനിക്കറിയാടി, നീ ആ വിജയലക്ഷ്മിയുടെ മോള് തന്നെയാണെന്നറിയാം. എൻ്റെ അടുത്ത് അധികം നമ്പർ ഇറക്കാൻ വരില്ലെന്ന് പറയാം. ഇത് കേട്ട രഞ്ജു പറഞ്ഞു എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ പ്രേതത്തിലെ പിശാചിന്റെ കണക്ക് പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാണ്ട് നിങ്ങൾ ശ്രമിക്കണ്ട. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഞാൻ പോകാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ജാതിക പറഞ്ഞു എനിക്കറിയാം, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവളായിരിക്കും, ആ വിജയലക്ഷ്മി ആയിരിക്കും അല്ലേന്ന് ചോദിക്കാം. അവൾക്കിട്ടേ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, അവൾ എൻ്റെ കയ്യിൽ കിട്ടും അധികം വൈകാതെ തന്നെ. നിനക്ക് അതേ കാലം ഇവിടെ ഈ സുഖിച്ച് ഈ അറക്കൽ വീട്ടിൽ താമസിക്കാന്ന് വിചാരിക്കണ്ടേ. നിന്റെ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാനായിരിക്കും. എന്നിട്ട് വേണം അവൾക്ക് ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കാനായിട്ട്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ രഞ്ജുവിനോട് പറയാം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു അതെ, ആരാ ഇവിടുന്ന് പുറത്താകുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അധികം വൈകാതെ തന്നെ അത് മനസ്സിലാവും. എന്താണെങ്കിലും ഞാൻ ഇവിടുന്ന് പെട്ടെന്നൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ചില ലക്ഷ്യങ്ങളുമായിട്ട് എങ്ങോട്ട് വന്നേക്കുന്നത്, അതിന് ശേഷം പോകുന്നുള്ളെന്ന് പറയാം. ശരിക്കും രഞ്ജു വെറുതെ പറഞ്ഞാണ്. ഗീതു പറഞ്ഞിട്ടാണ് രഞ്ജു ഇങ്ങോട്ട് വന്നത് തന്നെ. പക്ഷെ രാധികാമ്മയുടെ വെല്ലുവിളിയൊക്കെ കേട്ടുവെച്ചിട്ട് വെറുതെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലോ. രണ്ട് വർത്താനം പറയണ്ടേ. അങ്ങനെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് രഞ്ജു അത് പറഞ്ഞു തന്നെ. പിന്നീട് രാധികാമ്മ താഴേക്ക് വരുവാണ്. ഈ സമയം കാഞ്ചന ഓടിച്ചെന്നിട്ട് ചോദിച്ചു രാധികാമ്മ ഇന്നലെ ആ മുറി കിടന്നത് ഗോവിന്ദമാമന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ. നീ എന്താ കാഞ്ചനെ പറയണെന്ന് വെക്കാം. അതെ, ഇന്നലെ ഗോവിന്ദമാമന്റെ അച്ഛനും അമ്മയും അവരാവിയായിട്ട് വന്ന് അവിടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടെന്ന് പറയാം. നീ എന്തൊക്കെയാ പറയണ കാഞ്ചനെ? അതെ, ഞാൻ ഇന്ന് രാത്രിയിലെ പ്രേതത്തിനെ കണ്ടു. അതും വേറെ പ്രേതമൊന്നുമില്ല, പുറത്തുനിന്നുള്ള പ്രേതമൊന്നുമില്ല, ഇവിടെ ഉള്ള പ്രേതമൊക്കെ തന്നെയാ. ഗോവിന്ദമാമന്റെ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. രാധികാമ്മ ആ മുറിയിൽ കയറിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് പറയാം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, അല്ലെങ്കിൽ ഗീതുപ്പാപ്പയോട് ചോദിച്ചു നോക്കാൻ പറയാണ്. ഇത് കേട്ടതും നീ എന്താ കാഞ്ചന ഇങ്ങനെയൊക്കെ പറയണേ? നീ എന്താ രാത്രി കിടന്ന് ഉറങ്ങിയില്ലേ നീക്കും? ഞാൻ ഉറങ്ങി. ഞാൻ പറയുന്ന കള്ളമല്ല രാധികാമ്മി, സത്യമായിട്ടുള്ള കാര്യമാ. ആ മുറിക്കകത്തെ പേയുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയാം. പേയോ ഒന്നും മിണ്ടാതെ വെക്കുക, രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടാതെ എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ അങ്ങോട്ട് പോകുമ്പോൾ ഗീതു അങ്ങോട്ട് വരുന്നുണ്ട്. രാധികാമ്മയ്ക്ക് മനസ്സിലായി ഗീതു എന്തോ ഒരു പണി വെച്ചിട്ടുണ്ട്. അതാണ് കാഞ്ചന ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും കാഞ്ചന ഇങ്ങനെ പറയാനായിട്ട് വഴിയുള്ളതല്ല. പിന്നീട് ഗീതു പറഞ്ഞു എന്താ കാഞ്ചനക്ക ഇന്നലെ രാത്രിയിലത്തെ പേടി മാറിയില്ല എന്ന് ചോദിക്കുക. അതെ, പേടിയൊക്കെ മാറി, എന്നാലും രാവിലെ ആയി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. പക്ഷെ രാത്രിയാകുമ്പോൾ ഇനിയും മിക്കവാറും ആ പ്രേതം വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. സൂക്ഷിച്ചോ, മിക്കവാറും ആ പ്രേതം വന്നിവിടെ ഈ വീട്ടിലെ മിക്കവാറും ചിലരെയൊക്കെ പിടികൂടും എന്ന് പറയാം. ഇത് കേട്ടൻ ജാതി പറഞ്ഞു ഗീതു നീ വെറുതെ അനാവശ്യം പറഞ്ഞു വരത്തല്ലെന്ന് പറയണം. അനാവശ്യമൊന്നുമല്ല, ഞാനൊന്നും അല്ല പറഞ്ഞേ, കാഞ്ചനയൊക്കെയാ പറഞ്ഞേ. ഇവിടെ പ്രേതത്തിനെ കണ്ടെന്നോ പിശാചിനെ കണ്ടെന്നോ എന്തൊക്കെയോ പറയുന്ന കേട്ടെന്ന് പറയാം. രാധികാമ്മയല്ലേ പറഞ്ഞത് ആ മുറി പ്രേതം ഉണ്ടെന്നൊക്കെ, അതുകൊണ്ടായിരിക്കും കാഞ്ചനയ്ക്ക് അങ്ങനെ പറഞ്ഞെന്ന് പറയാം. ഇതെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് പോയി. അപ്പോൾ കാഞ്ചന അടുത്തേക്ക് രാധികാമ്മ വന്നിട്ട് പറഞ്ഞു നിനക്ക് എന്തിന്റെ കേടാ കാഞ്ചനെ?
വല്ല സ്വപ്നം കണ്ടിട്ട് അവൾ ഓരോ പിച്ചും പയ്യും പറഞ്ഞുകൊണ്ട് നടക്കുക, മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രാധികാമ്മ അങ്ങോട്ട് പോവാണ്. പിന്നീട് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഗീതു ഇറങ്ങുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഗീതു ഇറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദൻ ഇങ്ങോട്ട് വന്നു. ഗോവിന്ദൻ വന്നിട്ട് അതെ ഒരു കാര്യം ഞാൻ അജാസിനെ വിളിക്കാം, അജാസിന്റെ കാറിന് പോയാൽ മതി എന്ന് പറയാം, അവനോട് കൊണ്ടയാക്കാൻ പറയാന്ന് പറയാം. വേണ്ട, വെറുതെ എന്തിനാ അജാസിക്കാനെ വിളിച്ച് ഇപ്പൊ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, ഞാൻ ഈ സ്കൂട്ടിക്ക് തന്നെ പൊക്കോളാം. അതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉടനെ ഫോൺ ചെയ്യണമെന്ന് പറയാം. അതെന്താ, ഞാൻ വല്ല കുഞ്ഞു കൊച്ചാണോ, എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഓ ചേതൻ ഗ്രൂപ്പ് അവര് വന്ന് എന്നെ വല്ലതും ചെയ്താലോ എന്നുള്ള ഭയം കാണുമല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ ഭയമൊന്നുമില്ല, പിന്നെ എന്താ? അല്ല ഒന്നുമില്ല, എന്നാൽ നീ അവിടെ ചെന്നിട്ട് വിളിക്കണം, എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്റെ കാര്യം ഓർത്തിട്ട് ഗോവിന്ദനെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിച്ചോളാം, അതുപോലെ ഇപ്പൊ അതല്ലേ പ്രശ്നം എന്ന് ചോദിക്കാം. മതി, അത് മതി എന്ന് പറയാം. പെട്ടെന്ന് ഗീതു അങ്ങ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഇച്ചിരി സ്പീഡ് അങ്ങോട്ട് കൂടിപ്പോയി. ഗോവിന്ദ അയ്യോ എന്ന് പറഞ്ഞ് ഓടി വന്ന് പിടിക്കുകയാണ്. ഗീത പറഞ്ഞ് എന്തിനാ പിടിച്ചേ, ഇച്ചിരി സ്പീഡ് കൂടി നിർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, സ്കൂട്ടിയല്ലേ, കൂടിപ്പോയാലൊന്നും ഉരുണ്ട് താഴെ വീഴും, അത്രേ ഉള്ളൂ, അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു അത് നിനക്ക് പറയാം, പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലോ എന്ന് പറയാണ്. ഇതൊക്കെ കണ്ടും കേട്ടും മോള് രാധികാമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ഗീതുവിനോട് കൊഞ്ചിക്കൊഴയുന്ന ഗോവിന്ദനെ കണ്ട് രാധികാമ്മ മനസ്സിലോർത്തു, പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇവനിപ്പൊ തന്നെക്കാളും പ്രാധാന്യം അവൾക്കാ കൊടുക്കുന്നത്. അവൾ പ്രഗ്നന്റ് ആണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എപ്പൊ നോക്കിയാലും ഇപ്പൊ അവളുടെ പുറകെ തന്നെ അവൻ കൂടിയിരിക്കുന്നത്. ഇത് അപകടമാണ്, എത്രയും പെട്ടെന്ന് ഗീതനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേ മതിയാവുള്ളൂ, എന്നാലും രഞ്ജുവിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവളുടെ കയ്യിലിരിക്കുന്ന വീഡിയോസ് അതെങ്ങനെയൊന്ന് അടിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ തനിക്കിട്ടുള്ള പണി അവള് തന്നെ തരും, അതൊരിക്കലും പാടില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യണം തന്നെ രാധികാമ്മ മനസ്സിൽ തീരുമാനിക്കുകയാണ്. ഈ സമയം ഗോവിന്ദനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഗീതു ഹോസ്പിറ്റലിലേക്ക് പോവാ. അങ്ങനെ ഈ സമയം ഹോസ്പിറ്റലാണെങ്കിലോ ഭദ്രനുണ്ടായിരുന്നു, ഭദ്രനും വിനോദും ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഭദ്രനാണെങ്കിൽ വിലാസിനിക്ക് അസുഖം എന്നുള്ളത് വലിയ ഇതൊന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓ വിലാസിനിക്ക് അസുഖം തനിക്ക് എന്താ എന്നൊരു രീതിയിലായിരുന്നു ഭദ്രന്റെ അവസ്ഥ. തനിക്കല്ലോ വിലാസിനിക്കല്ലേ കുഴപ്പം. പക്ഷെ വിലാസിനിക്ക് അങ്ങനെയല്ലായിരുന്നു. വിലാസിനി മരണത്തിന് ഇടയ്ക്കൊന്നും ജീവിതത്തിലേക്ക് തിരികെ വരുവായതേ, ആ ഓപ്പറേഷൻ സക്സസ് ആയി, പക്ഷെ അത് എത്ര കാലത്തേക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വിലാസിനെ സംബന്ധിച്ചോളം ഇപ്പൊ നല്ല സന്തോഷമാണ്. ഒരു പക്ഷേങ്കില് പ്രിയമോൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ തനിക്ക് കാണാൻ പറ്റും, കൊഞ്ചിക്കാൻ പറ്റും, ആ ഒരു സന്തോഷത്തിലായിരുന്നു വിലാസിനി ഇരുന്നത്. ഒരു പക്ഷേങ്കില് ഈ സർജറിയോടുകൂടി താൻ മരിച്ചു പോകുന്ന വരെ കരുതിയിരുന്ന, പക്ഷെ അവിടെ നിന്നൊക്കെ തന്നെ ദൈവം പിടിച്ചുയർത്തി അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു വിലാസിനിക്ക്. ഈ സമയം ഭദ്രനാണെങ്കിലോ വിലാസിനെ നോക്കാനെന്ന മട്ടില് ഹോസ്പിറ്റലിൽ വന്നിട്ട് സുഖിച്ചങ്ങോട്ട് ഫുഡും കഴിച്ചവിടെ അങ്ങോട്ട് ഇരിക്കുവാണ്. അങ്ങനെ ഭദ്രൻ ഇരിക്കുന്ന സമയത്ത് ഭദ്രന്റെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. ഭദ്രൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയാണ്. ഹലോ ആരാന്ന് ചോദിച്ചു. ആരെന്ന് ഇപ്പൊ അങ്ങേത്തലയ്ക്കൊന്നും മിണ്ടിയില്ല. ഇതെന്താ മിണ്ടായിരിക്കണേ, നിങ്ങളോടല്ലേ വെച്ചാൽ ആരാന്ന് ചോദിച്ചേ. ഇത് കേട്ട അങ്ങേത്തലയ്ക്കുന്നത് നിന്റെ മരണോ എന്ന് പറയാം. ഇത് കേട്ടും ഭദ്രനും ഞെട്ടി. മരണോ, നിങ്ങൾ എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ ഫോൺ വെച്ചിട്ട് മനുഷ്യനെ വെറുതെ ഫൂളാക്കണ, ആരെന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു ഞാൻ അനാർക്കലിയാന്ന് പറയാണ്. ഇത് കേട്ടും ഭദ്രനൊന്നും ഞെട്ടി. അനാർക്കലി, ആ പേര് മറന്നു പോയിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ പെട്ടെന്ന് മറക്കാനും കഴിയില്ല നിനക്ക്. അതെ അടുത്ത ദിവസം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുക. അടുത്ത ദിവസം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ തയ്യാറായിട്ടിരുന്നോ ഭദ്ര ജയിലിലേക്ക് കയറാനായിട്ട്? അടുത്ത നീ ആയിരിക്കും ഈ ജയിലിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ എന്നിറങ്ങുന്നോ അന്ന് നീ ഇതിനകത്തേക്ക് കയറുമെന്ന് പറയാം. ഇത് കേട്ട് ഭദ്രൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. പിന്നീട് ഹലോ ഹലോ എന്ന് പറഞ്ഞെങ്കിലും അങ്ങേ തലയ്ക്ക് ഫോൺ കട്ടായി. ഒരു നിമിഷം ഭദ്രൻ എന്ത് ചെയ്യണം എന്നറിയത്തുള്ള വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സമയത്താണ് ഗീതുവിന്റെ വരവ്. ഗീതു പെട്ടെന്ന് വന്നിട്ട് നോക്കിയപ്പോ അച്ഛൻ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ നിൽക്കുക. അച്ഛൻ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കേ. പക്ഷെ ഭദ്രൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗീത കുളിക്കുമ്പോൾ ഞെട്ടി ഉണരുന്നു. എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കേ. ഒന്നുമില്ലാന്ന് പറയണം. ഗീതന് മനസ്സിലായി അച്ഛൻ എന്തോ ഇരുട്ടടി കിട്ടിയ പോലെ ഒരു നിപ്പാ നിൽക്കുന്നത്. അച്ഛന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഗീതോർത്ത് ഇനിയിപ്പോ അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ്. അങ്ങനെ ഞാൻ വഴിയില്ല, അച്ഛനല്ലേ ആള്, അച്ഛൻ അത്ര വലിയ ഇതൊന്നും ഇല്ല കാര്യത്തിനെന്ന് അറിയാം. പക്ഷെ ഈ സമയത്ത് ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ആ വലിയ സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവാ. അനാർക്കലിയും ഭദ്രനും രാധികാമ്മയും തമ്മിലുള്ള ബന്ധമൊക്കെ എന്താന്ന്, അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.